അല്ലാഹു നമ്മുടെ പൊന്നുമക്കളെ ആലിമീങ്ങളാക്കി തരട്ടെ, ഹാഫിലീങ്ങളാക്കി തരട്ടെ, ഖാരിഈങ്ങളാക്കി തരട്ടെ. നമ്മുടെ മുത്ത് സയ്യിദുൽ ഹുഫാലാണ്, ഹാഫിലീങ്ങളുടെ നേതാവാ. നമ്മുടെ റസൂലുള്ള നല്ലവണ്ണം ഓതിയിരുന്നു, നല്ല ഖിറാഅത്ത് അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം മദീനയുടെ പ്രാന്തപ്രദേശത്ത് കൂടി പോകുമ്പോൾ രാത്രിയാണ്, ഒരു വീട്ടിൽ നിന്നും നല്ല ഖിറാഅത്ത് കേൾക്കുന്നു. നബി തങ്ങൾ അവിടെ നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിറ്റേന്ന് പ്രഭാതത്തിൽ ആ സ്വഹാബിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? എന്താ പറഞ്ഞത്? നിന്റെ വീടിന് പുറത്തു നിന്ന് അങ്ങയുടെ പാരായണം ഞാൻ കേട്ടു. سمعت قراءتك البارحة وقد أعطيت مزمارا من مزامير آل داوود. ദാവൂദ് കുടുംബത്തിന് അല്ലാഹു നൽകിയ ശബ്ദ സൗകുമാര്യത, എന്ത് സുന്ദരമായ ശബ്ദമാണ് അല്ലാഹു താങ്കൾക്ക് നൽകിയത് എന്ന് റസൂലുള്ളാഹ് തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയെ മദ്ഹ് ചെയ്തു പറഞ്ഞപ്പോ, ഇത് ബുഖാരിയാണെങ്കിൽ മുസ്ലിമിൽ കാണാം, വല്ലാഹി ലൗ അലിംതു അന്നക തസ്തമിഉ ഖിറാഅത്തി. പടച്ചവനാണ് സത്യം നബിയെ, അവിടെ നിന്റെ ഖിറാഅത്ത് കേൾക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒന്നുകൂടി മൊഞ്ചാക്കുമായിരുന്നു നബിയെ. അവിടെ നിന്ന് രാത്രി കേട്ടതിന്റെ ഒരു സാധാ ഖിറാഅത്ത നബി തങ്ങൾ കേൾക്കുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി മൊഞ്ചാക്കിയേനെ. അല്ലാഹു പടച്ചവൻ നല്ലവണ്ണം ഖുർആൻ ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഏറ്റവും വലിയ ദിക്റാണ്, ഏറ്റവും വലിയ ദിക്റാണ് അല്ലാഹുവിന്റെ കലാമുമായിട്ടുള്ള ഖിദ്മത്ത്. മനസ്സിലായില്ലേ? ഹദീസിൽ വരുന്നുണ്ട്, ഹസ്സിനു അസ്വാതകും ബിൽ ഖുർആൻ. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഖുർആൻ കൊണ്ട് മനോഹരമാക്കണേ, മനോഹരമാക്കണേ. മല്ലം യതഗന്നാ ബിൽ ഖുർആനി ഫലൈസ മിന്നാ. ഖുർആൻ ഈണത്തിൽ ഓതുന്നില്ലെങ്കിൽ അവൻ നമ്മിൽ പെട്ടവനല്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വറത്തിലിൽ ഖുർആന തർത്തീലാ. ഖുർആൻ തർത്തീലായിട്ട് ഓതണം. എന്താ തർത്തീൽ? തജ്വീദോടുകൂടി ഓതണം. കണ്ടോ? തർത്തീൽ തജ്വീദാണ്. ഇൽഹാർ ഇഖ്ഫാ വലിയൊരു പണ്ഡിതനെ ഓതുന്ന കേട്ടു ഈയിടെ. ശ്രദ്ധിക്കേണ്ട വിഷയം, അതുകൊണ്ട് പറയുന്ന കേട്ടോ. പിന്നെ അദ്ദേഹം വസമായ വത്താരിഖാണ് ഓതിയത്, പക്ഷേ അവസാനത്തെ അക്ഷരം ഒന്നും കേൾക്കുന്നില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇനി ഏതെങ്കിലും പള്ളിയിൽ വഴിയാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഇമാമിന്റെ ഖിറാഅത്ത് തെറ്റായിട്ട് നിങ്ങൾ പിടിക്കുമൊന്നും വേണ്ട കേട്ടോ. അല്ലാഹു തെറ്റുള്ളവർക്ക് പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ, ആരെ തിരുത്താനൊന്നും പോകണ്ട. മനസ്സിലായില്ലേ? ഞാൻ കേട്ടത് ഇങ്ങനെയാ, അവസാനത്തെ അക്ഷരം കേൾക്കുന്നില്ല. നമ്മുടെ മദ്രസയിൽ പഠിച്ചല്ലോ ഖുതുബുജ്ജദ്, ഈ 5 അക്ഷരങ്ങളുടെ മുകളിൽ സുക്കൂൻ വരുമ്പോ വെച്ചോതണമെന്നാണ്. ഇനി ഞാൻ അതുപോലെ ഓതാം. വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ് അന്നജ്മുസ് സാഖിബ്. ഉണ്ടോ? ഖുതുബുജ്ജദ്, പുള്ളിയുള്ള ഖാഫ് ത്വാ ബാ ജീം ദാൽ, ഇത്രയും അക്ഷരങ്ങളുടെ മുകളിൽ സുക്കൂൻ വന്നാൽ ഫിശുക്കൊന്നും വിചാരിക്കേണ്ട, വെച്ചോതണമെന്നാ. ഇനി നമുക്കത് എടുക്കുക. വസ്സമാഇ ദാതിൽ ബുറൂജ്. ബുറൂജ് അവിടെ ഏറായി പോകരുത്. ബുറൂജ് അവസാനത്തെ അക്ഷരം കേട്ടില്ലല്ലോ, കേൾക്കണം. സമാഇ ദാതിൽ ബുറൂജ്. ഇനിയിപ്പോ ശിഹാബുദ്ദീൻ സാഹിബിന്റെ ഖിറാഅത്ത് കേട്ടില്ല അല്ലേ? അല്ലാഹു പടച്ചവൻ ഹാഫിലീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ ഈ ദറസിൽ 4-5 ഹാഫിലീങ്ങളുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ 10ഉം 20ഉം ഒക്കെ പഠിച്ചവരാന്ന് പറഞ്ഞപ്പോ ഇനി മസ്റൂറുൻ ജിദ്ദ, എനിക്ക് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണല്ലോ. അല്ലാഹുവേ, ഈ ഖിദ്മത്ത് നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ ഖബറിൽ ജാരിയായ സദഖയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ ഇരുന്ന 2 മണിക്കൂർ നീ ആഖിറത്തിൽ നിധിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ അറിയാനും നിന്നെ ഓർക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ആയത്തുൽ കുർസിക്ക് ഇത്ര മഹത്വം വരാൻ കാരണം അല്ലാഹുവിന്റെ 10 വിശേഷണങ്ങൾ അതിൽ പറയുന്നത് കൊണ്ടാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹുവിനെ ഉറക്കവും നിദ്രയും ബാധിക്കുന്നില്ല. സിനത്ത് എന്ന് പറഞ്ഞാൽ മയക്കം, നൗമ ഉറക്കം അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. അല്ലാഹു ഉറങ്ങുന്നുണ്ടോ? ഇല്ല.
അള്ളാഹുവിന് തൂക്കമില്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അവൻ എപ്പോഴും ജോലിയില്ല. മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു, ഉയർത്തുന്നു, അധികാര കസേരയിൽ ഇരുത്തുന്നു, വലിച്ചു ചാടിക്കുന്നു. ഇതൊക്കെ അള്ളാഹു ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആയത്തിന്റെ താഴെ ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആ ഹദീസ് കണ്ടപ്പോൾ. നിങ്ങൾക്കത് ഷെയർ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. എന്താ ഈ ഹദീസ്? ഇന്നല്ലാഹ ലാ യനാമു, മുത്തുനബി പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യനാമു, അല്ലാഹു ഉറങ്ങുന്നില്ല. വലാ യംബഗി ലഹു അൻ യനാമ, അവന് ഉറങ്ങാനും കഴിയില്ല. ഹിജാബുഹു അന്നൂർ, അവന്റെ കർട്ടൻ മറ അത് നൂറാണ്, പ്രകാശമാണ്. പ്രകാശമാകുന്ന മറക്കകത്താണവൻ. ലൗ കശഫഹു, ആ കർട്ടൻ അല്ലാഹു മാറ്റിയാൽ, പ്രകാശമാകുന്ന ആ ഹിജാബ് അല്ലാഹു മാറ്റിയാൽ, ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻ തഹാ ഇലൈഹി തർഫുഹു മിൻ ഖൽഖി, അവന്റെ ദൃഷ്ടി പതിയുന്ന സൃഷ്ടികളെല്ലാം ഈ പ്രകാശം വമിക്കുന്ന അല്ലാഹുവിന്റെ മുഖകാന്തി കൊണ്ട് കരിഞ്ഞു പോകും, കരിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് അല്ലാഹു? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അവൻ സമസ്ത ലോകത്തിന്റെയും വിശ്വലോകത്തിന്റെ പ്രകാശമാണ്. 2,00,000 കോടി ഗാലക്സി എന്നാണ് കഴിഞ്ഞ മാസം പത്രം റിപ്പോർട്ട് ചെയ്തത്. 30,000 കോടിയൊക്കെ പോയി. 2,00,000 കോടി ഗാലക്സി. ഒരു ഗാലക്സിയിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ. നമ്മുടെ സൂര്യന്മാർ പോലത്തത് ചെറുതോ വലുതോ ആയ കോടിക്കണക്കിന് സൂര്യന്മാർക്ക് വെളിച്ചവും ചൂടും കൊടുക്കുന്നവൻ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അവൻ വിശ്വത്തിന്റെ വെളിച്ചമാ. ആയത്തിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ അഭിവന്ദ്യനായ ഉസ്താദ് നിങ്ങൾക്ക് ഓതി അർത്ഥം പറഞ്ഞത്. അല്ലാഹു പടച്ചവൻ, അല്ലാഹുവിനെ അറിയിക്കാനും അവനെ സ്നേഹിക്കാനും ഈ സാധു ഒരു ചെറിയ ശ്രമം ചെയ്തു. അൽഹംദുലില്ലാഹ്, പൂർണ്ണമായി ഞാൻ അവകാശപ്പെടുന്നില്ല. അല്ലാഹു പടച്ചവൻ വിജയിപ്പിക്കട്ടെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ആ പ്രകാശത്തിലേക്ക് നടക്കാൻ, അല്ലേ? ആ ആയത്തിന്റെ താഴെ അതാ പറയുന്നത്, നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ പ്രകാശത്തിലേക്ക് അല്ലാഹു മാർഗദർശനം നൽകും. അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു വിശ്വാസികളുടെ വലിയ, അല്ലേ? അല്ലാഹു ആ പ്രകാശം പടച്ചവൻ നമുക്ക് നൽകട്ടെ. നമ്മുടെ ഖൽബിൽ മുകാശഫ, 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്ന അവസ്ഥ, നല്ല സ്വപ്നങ്ങൾ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ? കച്ചവടമാക്കാനല്ല, എന്തിനാ? നോട്ടീസ് അടിക്കാനല്ല. എനിക്ക് ഇന്ന കറാമത്തുണ്ട്, എല്ലാവരും എൻ്റെ അടുത്ത് വരണേ എന്നിപ്പോ നോട്ടീസ് അടിക്കാനും മാസികയിൽ എഴുതാനും തുടങ്ങി. ഏതെങ്കിലും മഹാന്മാര് കറാമത്തിനെ പറ്റി നോട്ടീസ് അടിച്ചിട്ടുണ്ടോ? അബൂ അലിയുൽ ജുർജാനി റഹ്മഹുല്ലാഹ് പറഞ്ഞതെന്താ? കുൻ താലിബൻ ലിൽ ഇസ്തിഖാമ, നിന്റെ ലക്ഷ്യം ഇസ്തിഖാമത്തായിരിക്കണം. ലാ താലിബൻ ലിൽ കറാമ, നീ കറാമത്ത് മോഹിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കരുത്. അല്ലാഹ് ഇനി 10 കറാമത്ത് തരട്ടെ, അത് കാണിച്ചിട്ട് എവിടെ ഇവന്മാരെ കൊണ്ട് വരച്ച വരയിൽ നിർത്താം എന്ന് വിചാരിച്ച് നീ ഇബാദത്ത് എടുക്കരുതേ. വല്ലാഹു യത്ലുബു മിൻകൽ ഇസ്തിഖാമ, അല്ലാഹു നിന്നിൽ നിന്ന് തേടുന്നത് ഇസ്തിഖാമത്താണ്. അപ്പോ റബ്ബ് നിനക്ക് ആദരവ് തരും, ആദരവ് തരും. കണ്ടോ? നമ്മുടെ നഫ്സ് എപ്പോഴും കറാമത്ത് കിട്ടാൻ ആഗ്രഹിക്കും. 10 ദിവസം തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ആഗ്രഹിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു കഴിവ് പ്രത്യക്ഷപ്പെടണേ. വെറും 10 ദിവസം നിസ്കരിച്ചിട്ടുള്ളൂ, ഇവിടെ 1,00,000 ദിക്റൊന്നും ചൊല്ലിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ചൊല്ല്, ചൊല്ല്, ഒരുപാട് ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരുപാട് ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാഅ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. വല്ലാത്ത വാല്യുബിളായ ദിക്റ. 2-3 എണ്ണം ചൊല്ലിയാൽ മതി. 3 മണിക്കൂർ ചൊല്ലുന്ന ഇബാദത്ത സ്ഥാനത്ത് ഒന്ന് പറയിൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാഅ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇത് ഹൃദയത്തിലുള്ളവരെന്ന് കൈവക്കിക്കേ, ഒന്ന് പൊക്കിക്കേ. ഇത് കാണാതെ പഠിച്ചവര്, എനിക്കറിയാം, കണ്ടെന്നറക്കാർക്ക് അറിയാം, മനഃപൂർവ്വം കൈതാത്തിരിക്കല്ലേ.
അല്ല, ചൊല്ലണം, ഇത് കാണാതെ പഠിക്കണം. സാറേ ഒന്ന് എഴുതി കൊടുക്കണേ, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇതെല്ലാം ഇങ്ങനെ മറന്നു പോലെ. അൽഹംദുലില്ലാ, ചൊല്ലണം സഹോദരിമാരെ, ചൊല്ലണം. മനസ്സിലായില്ലേ? ആ വീട്ടിലിരിക്കുന്ന TV ഒക്കെ ഒന്ന് ഓഫാക്ക്. സീരിയലൊന്നും കാണണ്ട, പുലിമുരുകനൊന്നും കാണണ്ട. ഓ, കോടികളാ, ബെസ്റ്റ് കളക്ഷൻ അല്ലേ അല്ലേ? പുലിമുരുക കണ്ടവർ കൈവക്കാൻ പറഞ്ഞ ഒരുവിധ ന്യൂജനൊക്കെ കൈവക്കും അല്ലേ? എത്ര കാലം ഈടെ ഉണ്ടൊരു താത്തായിരുന്നു കരയുന്നത്. എന്താടി സീരിയലില് ആ പെണ്ണിനെ മുഖത്ത് നോക്കി ഭർത്താവ് പറയാ, നിന്നെ ഇപ്പൊ ഒഴിവാക്കുക, എനിക്ക് വേണ്ടി എന്റെ കെട്ടിയവൻ എന്നെ ഒഴിവാക്കുക. ഈ സീരിയലൊക്കെ തട്ടിപ്പല്ലേ, അതിനകത്ത് കരയുന്നൊന്നും ശരിയായ കരച്ചിലല്ല. അതുകൊണ്ട് സീരിയലൊന്നും വെക്കണ്ട. വീട്ടിൽ യാസീനോത്, വാക്കിയാവോത്, തബാറക്കോത്, പിന്നെ ദുഹാനോത്. ദുഹാനോദിയാൽ എത്ര മലക്കുകളാ സുബൈ വരെ നിനക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന? 70,000 മലക്കുകൾ. അല്ലാഹു പടച്ചോൻ കബൂലാക്കി തരട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. നിറഞ്ഞ സദസ്, സൂചി വീണാൽ അറിയുന്ന സദസ്. എന്തൊരു ഡിസിപ്ലിൻ! അള്ളാഹുവേ, പടച്ചവനെ, ഈ നാടിനെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാടുകളെ നീ സംസ്കരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംസ്കരിക്കണേ അല്ലാഹ്. ഇത് നുസ്ഹത്തുൻ നാദിരീനിൽ ഈ ചരിത്രം പറയും. ഈസാ നബി അനുവാദം കൊടുത്തു. അവരിരുവരും നടന്ന് ക്ഷീണിച്ചൊരു പുഴയുടെ വക്കത്തെത്തി. ഈസാ നബിയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ആ പൊതി അവിടെ വെച്ചിട്ട് കാലും കൈയൊക്കെ കഴുകി അംഗസ്നാനം ചെയ്ത് ക്ഷീണം മാറ്റി കയറി വന്നപ്പോൾ അതിൽ നിന്നൊരു പത്തിരി കാണുന്നില്ല. 3 പത്തിരിയാണ് പൊതിയിലുണ്ടായിരുന്നത്, ഒരു പത്തിരി കാണുന്നില്ല. ഈസാ നബി കൂട്ടുകാരനോട് ചോദിച്ചു, ആരാണ് പത്തിരി എടുത്തത്? കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? അവരോരോരുത്തരും ഓരോ പത്തിരി എടുത്ത് കഴിച്ചിട്ട് മുന്നോട്ട് യാത്ര തുടർന്നു. യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഒരു മാൻപേട അതിന്റെ 2 കുട്ടികളുമായി ഇളം പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്നു. ഈസാ നബി ഒരു മാൻകുട്ടിയെ വിളിച്ചു. ആ മാൻകുട്ടി മുന്നിൽ വന്നു. അതിനെ അറുത്തു, ഭക്ഷണമാക്കി കഴിച്ചു. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കൂട്ടിവെച്ചിട്ട് റബ്ബിന്റെ അനുമതിയോടുകൂടി നീ എഴുന്നേറ്റ് പോകൂ തള്ളയുടെ അടുത്തേക്ക്. അത് എഴുന്നേറ്റ് ഓടുകയാണ്. ഇത് കണ്ട് കൂട്ടുകാരൻ പതറുകയാണ്. ഈസാ നബി കൂട്ടുകാരനോട് പറഞ്ഞു, ബില്ലദി അറാക ഹാദിഹിൽ മുഅ്ജിസ, ഈ അസാധാരണ സംഭവം നിനക്ക് കാണിച്ചു തന്ന റബ്ബിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ആരാ പത്തിരി എടുത്തത്? അത് എനിക്കറിയില്ല. സമ്മതിച്ചില്ല. പുള്ളിയാ എടുത്തത്, സമ്മതിച്ചില്ല. വീണ്ടും മുന്നോട്ട് പോയപ്പോ ഒരു മൺകൂന കാണുന്നു. ഈസാ നബി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, കുൻ ദഹബൻ ബിഇദ്നില്ലാ, നീ റബ്ബിന്റെ അനുമതിയോടുകൂടി സ്വർണമായി മാറ്. ഫകാന ദഹബ, അത് സ്വർണമായി. എന്നിട്ട് ഈസാ നബി കൂട്ടുകാരനോട് പറഞ്ഞു, ഖസ്സിം, നീ ഈ സ്വർണ്ണ കൂമ്പാരത്തെ 3ആയി വീതിക്ക്. 1 എനിക്ക്, 1 നിനക്ക്. 1 പത്തിരി എടുത്തയാൾക്ക്, 1 പത്തിരി എടുത്തയാൾക്ക്. അപ്പോ ഈ ചങ്ങാതി പറഞ്ഞു, ഞാനാണ് പത്തിരി എടുത്തത്. പൊന്ന് കണ്ടപ്പോ നിലപാട് മാറ്റി. കാശ് പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ഉസ്താദ് 6000 ചോദിച്ചിട്ടും പൊക്കുന്നില്ല. അപ്പൊ ഈസാ നബി പറഞ്ഞു, നീയാ എടുത്തത്, കള്ളം കപ്പലിൽ തന്നെ ഉണ്ടല്ലോ. ശരി, ഈ പൊന്നൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ ദുനിയാവിന്റെ ആളുമല്ല, നീ എല്ലാം എടുത്തോളാൻ പറ, നീ എല്ലാം അങ്ങ് എടുത്തോ. ഇയാൾ എന്ത് ചെയ്തു? ഈസാ നബി പറഞ്ഞു, ഇനി നീ എന്നെ ഫോളോ ചെയ്യണ്ട. ഹദാ ഫിറാഖു ബൈനി വ ബൈനിക്, നിന്നെ എനിക്ക് മനസ്സിലായി, നീ ദുനിയാവിന്റെ ആളാ, ഞാൻ എന്റെ വഴിക്ക്, നീ നിന്റെ വഴിക്ക്, പൊന്നൊക്കെ എടുത്തോളാൻ പറ. ഇയാൾ വലിയ ചാക്കിനകത്ത് പൊന്നൊക്കെ വാരി കൂട്ടി. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളൊക്കെ ആഗ്രഹിക്കുക പൊന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇവരും ഈ പൊന്നുമായിട്ടുള്ള ബന്ധം എന്താണെന്നറിയോ ഇല്ലേ? അങ്ങനെ നിൽക്കുമ്പോൾ ക്ലൈമാക്സ് ആയിട്ടില്ല. അപ്പോൾ 2 പേര് വന്നു. എന്താടാ നിൽക്കുന്നേ? ഇതെന്താ? ഇത് പൊന്ന്. ഇതാരുടെ പൊന്ന? ഇതെന്റെ. നിന്റേത് എങ്ങനെയാവും? ഞങ്ങൾക്ക് ഇതിൽ അവകാശമുണ്ട്. തർക്കമായി, വഴക്കായി. അപ്പൊ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടേ? ഇയാൾ പറഞ്ഞു, നമുക്ക് വേണ്ട, നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, നമുക്കിത് 3ആയിട്ട് വീതിക്കാം. എനിക്കൊരു ഭാഗം തന്നാ മതി, 2 ഭാഗം നിങ്ങൾ എടുത്തോ, നമുക്ക് 3ആയിട്ട് വീതിക്കാം. അങ്ങനെ 3ആയിട്ട് വീതിക്കാൻ തീരുമാനിച്ചപ്പോ ഒരാൾ പറഞ്ഞു, വിശപ്പില്ലേ, നമുക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് വീതിക്കാം. ഒരാൾ മാർക്കറ്റിൽ പോ,
ഭക്ഷണം മേടിക്കാൻ മാർക്കറ്റിൽ പോയപ്പോ പോകുന്നയാള് ചിന്തിക്കുന്നു, ഭക്ഷണത്തിൽ വിഷം ചേർക്കാം, എല്ലാവരെയും കൊല്ലാം, എന്നിട്ട് പൊന്ന് സ്വന്തമാക്കാമല്ലോ. ഇയാള് ഭക്ഷണം മേടിക്കാൻ പോയപ്പോ ഇവിടെ നിന്ന് 2 പേര് ചിന്തിക്കുന്നു, അയാള് വരുമ്പോൾ തല്ലിക്കൊല്ലാം, പൊന്ന് നമുക്ക് 50-50 പപ്പാതി വീതിക്കാമല്ലോ. മാർക്കറ്റിൽ ഭക്ഷണം മേടിക്കാൻ പോയ ആള് ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു. അയാള് ഭക്ഷണവുമായി വരികയാ. വന്നപ്പോ ഇവിടെ നിന്ന് 2 പേര് തല്ലിക്കൊല്ലുന്നു. അവര് ചിന്തിച്ചു, ഭക്ഷണം വന്നല്ലോ, ഇനി നമുക്ക് അല്പം ഭക്ഷണം കഴിക്കാം. അവര് ഭക്ഷണം കഴിച്ചപ്പോ അവരിരുവരും മൃതിയടയുകയാ. നോക്കൂ, 3 ഡെഡ് ബോഡി മയ്യിത്ത് അവിടെ കിടക്കുന്നു. മറിയം, അപ്പോൾ ഈസാ നബി ആ വഴിക്ക് വരുന്നു. കൂട്ടുകാരോട് ഈസാ നബി പറഞ്ഞു, ഹാദിഹി ദുനിയാ, ഇതാണ് ദുനിയാവ്, ഫഹദറൂഹാ, നിങ്ങൾ സൂക്ഷിച്ചോ ദുനിയാവിനെ. ഈ ദുനിയാവ് ഇപ്പൊ ആർക്കെങ്കിലും ഉപകരിച്ചോ? ഈ 1000-500 ഉപകരിക്കുന്നുണ്ടോ? ഉപകരിക്കുന്നുണ്ടോ? എന്നാലും ശരി, ബോഡിക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞ് ചില പണക്കാരൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചെന്നാ റിപ്പോർട്ട്. ഓക്കെയോ? അൽഹംദുലില്ലാഹ്, ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഇപ്പൊ മനസ്സിലായി ചരിത്രത്തിന് പവറുണ്ട്. ഈ ചരിത്രം എവിടെയാ ഉള്ളതെന്നറിയോ? ചിലർക്ക് തോന്നി ചരിത്രം ഇത് ഷമ്മാസ് ഉസ്താദ് തട്ടിക്കൂട്ടിയാണോ? അല്ല, ഇത് നുസ്ഹത്തുൻ നാദിരീനിൽ ഈ ചരിത്രം പറയും. അൽഹംദുലില്ലാഹ്. എന്താ പേര്? അബൂക്ക അല്ലെ? സുഹൃത്തുക്കളെ, നമ്മുടെ മഹലിന് വേണ്ടിയാ. നമ്മളുടെ റൂഹ് പോയാൽ ഈ സമുദായം നമ്മളെ കുളിപ്പിച്ച് 6-7 മീറ്റർ വെള്ളം പൊതിഞ്ഞ് പൊക്കി എടുത്തു കൊണ്ടുവരും ഇങ്ങോട്ട്. നമ്മൾ കിടക്കേണ്ട ഖബർസ്ഥാനായി അല്ലേ ശ്മശാനം. അല്ലാഹു നമ്മുടെ ഖബറുകൾ മലർവാടിയാക്കി തരട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ജാരിയായ സ്വതക്കയാക്കി അബു സാഹിബ് നൽകിയ സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതകാലത്ത് സുകൃതങ്ങൾ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാ. ആമീൻ ആമീൻ. ഒരു സഹോദരി കൂടെ പറക്കത്തിന്. ഒരു ഉമ്മ ഏറ്റെടുക്കുകയാണ് 6666 രൂപ. മകളുടെ കല്യാണം ഭംഗിയാകാൻ, എളുപ്പമാകാൻ അല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമാകുന്നില്ലെങ്കിൽ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിക്കോ സഹോദരിയോടാണ്. യാ ജാമിഉ യാ അല്ലാഹ്. അത് ദിവസം 101 വട്ടം ചൊല്ലി ഒളോടുകൂടി ചൊല്ലിക്കോ. യാ ജാമിഉ യാ അല്ലാഹ്. അള്ളാഹു പടച്ചവനെ എളുപ്പമാക്കി തരുമാറാവട്ടെ. അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. അള്ളാഹുവേ, ആ സഹോദരിയുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. മകളുടെ നിക്കാഹ്, വിവാഹം എളുപ്പമാക്കണേ അല്ലാ. അള്ളാഹുവേ, ധാർമ്മിക ബോധമുള്ള നല്ലൊരു ജീവിത പങ്കാളിയെ നീ നൽകണേ അല്ലാ. ആ സഹോദരിക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അവരുടെ കുടുംബ ജീവിതത്തിൽ, മക്കളിൽ ബറകാത്തുകൾ ചൊരിയണേ അല്ലാ. ആമീൻ. ആ ഖുർആൻ എപ്പോഴും ഓതാനും അതിന്റെ ആയത്തുകൾ മനനം ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ കലാമിന്റെ സൗന്ദര്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ആ ഖുർആൻ മുഖേന ഞങ്ങളുടെ ഹമ്മ് ഗമ്മ് മാറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾ നിലനിർത്തി തരണേ അല്ലാ. സ്വാധീനങ്ങൾ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ അബ്റാറും സാലിഹീങ്ങളുമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ പെങ്ങന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കാരണവന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. കസേരയെ ആശ്രയിക്കാതെ റുക്കൂഉം സുജൂദും ചെയ്യുന്ന നല്ല ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് നിനക്ക് വേണ്ടി സുജൂദ് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ദിക്റുകളും സ്വലവാത്തുകളും ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആരെയും ഒരു വാക്കുകൊണ്ട് പോലും, കുത്തുവാക്ക് പോലും പറയാതെ, വിഷമിപ്പിക്കാതെ സാഹോദര്യം നിലനിർത്തി ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, അസ്ഹാബുൽ ഖുബൂർ, ഈ ശ്മശാനവാസികൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടോ അവർക്ക് നീ മൗഫറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ഇൽമിന്റെ സദസ്സിലേക്ക് വന്നവർ, ഇതിനെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നവർ, അല്ലാഹുവേ, സദസ്സിലേക്ക് വന്ന അബ്ദുൽ ഖാദർ സാഹിബിനും അഷ്കറിനും നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇൽമിന് വേണ്ടി
അറിവാകുന്ന പ്രകാശം ജനഹൃദയങ്ങൾക്ക് പകരാൻ എന്ത് ഖിദ്മത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. മഅദനി ഉസ്താദിന് ആഫിയത്ത് നൽകണേ അല്ലാ. ജയിൽ മുക്തനാക്കണേ അല്ലാ. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഇറാഖിലും ലിബിയയിലും കശ്മീരിലും അഫ്ഗാനിലും അല്ലാഹുവേ ഈജിപ്തിലുമൊക്കെ നീ സമാധാനം നിലനിർത്തണേ അല്ലാ. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അവരുടെ അവശേഷിക്കുന്ന തുണ്ടുഭൂമിക്ക് സ്വാതന്ത്ര്യം നൽകണേ അല്ലാ. സ്വാതന്ത്ര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ച ഫിഖ്ഹും നഹ്വും പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരു വര്യർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ വിനീതനായ എനിക്ക് മീസാൻ ചൊല്ലിത്തന്ന ബഹുമാനപ്പെട്ട കട്ടാങ്കുഴി അലിയാർ ഉസ്താദ് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അവരുടെ വീടും സ്ഥലവും ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ അലിയാർ ഉസ്താദിന് ആഫിയത്ത് നൽകണേ അല്ലാ. ഈ സാധുവിന് തുഅഫയും ഖത്തർനദയും ഓതി തന്ന അടിപാട് മുഹീദ്ദീൻ ഉസ്താദ് വഫാത്തായി. അല്ലാഹുവേ തീയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്ന വളരെ ലളിതമായി ജീവിച്ച മുഹീദ്ദീൻ ഉസ്താദ് അടിപാട് ഉസ്താദിന് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ എവിടെ എത്തിയാലും സ്നേഹിക്കുന്നവരുണ്ട്, ദുആ ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദഅവത്ത് ഈ നസീഹത്ത് നീ കബൂലാക്കണേ അല്ലാ. നിന്നെ അറിയാനും ഉറങ്ങാതിരിക്കുന്നവനാണ് നീ. ഞങ്ങൾക്ക് ഉറക്കം തരുന്നവനാണ് നീ. സമാധാനം തരുന്നവനാണ് അല്ലാഹുവേ പടച്ചവനെ. നിന്നെ അറിയാൻ മഅരിഫത്ത് ആധ്യാത്മികതയുടെ കവാടം നീ തുറന്നു തരണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം നീ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ചരിത്രം മാത്രം പറയാതെ ചരിത്രം നിർമ്മിക്കാൻ ചരിത്രത്തിന്റെ വക്താക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ നല്ല ഭാവി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സ്നേഹനിധിയായ ഉമ്മ ഇന്ന് രോഗത്തിലാ, ഉപ്പയ്ക്കും രോഗമാ. അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് ആ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഈ സാധുവിന്റെ പിതാവിനും ഉമ്മയ്ക്കും ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാ. ഞങ്ങളെല്ലാവരുടെയും മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. അയൽവാസികളുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഖുർആൻ മറന്നു പോവാതെ എപ്പോഴും അത് ഓതി എപ്പോഴും അത് തിലാവത്ത് ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഈ വിനീതന്റെ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ സൽമാൻ എന്ന രണ്ടാമത്തെ കുട്ടി ഹിഫ്ള് പഠിക്കുകയാണ്. അല്ലാഹുവേ കാമിലായ ഹാഫിളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ദീനിനും ഉമ്മത്തിനും ഈ പ്രിയപ്പെട്ട നാടിനും സേവനം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. ഈ നാടിൽ മതസൗഹാർദ്ദം ഹൈന്ദവനും മുസൽമാനും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന മണ്ണാക്കണേ അല്ലാ. അല്ലാഹുവേ വർഗീയതയും വിദ്വേഷവും ജനഹൃദയങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന ശക്തികൾക്ക് നീ പടച്ചവനെ സന്മാർഗബോധം നൽകണേ അല്ലാ. അല്ലാഹുവേ മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞിയിൽ സത്യം മനസ്സിലാക്കി തൗഹീദിന്റെ കലിമത്ത് പറഞ്ഞ ഷഹീദ് ഫൈസലിന് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഭാര്യ ലക്ഷ്മി എന്ന മാതാവ് ജമീലയായി വന്നു. അല്ലാഹുവേ പടച്ചവനെ അദ്ദേഹത്തിന്റെ ത്യാഗം നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ സ്പോൺസർ അറബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്ന ഫൈസലിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. അല്ലാഹുവേ 4 കാബാലികർ വെട്ടി നുറുക്കി. നേരം പരപരാ വെളുക്കുന്ന സമയത്ത് ഇരുട്ടിന്റെ മറവിൽ വന്ന് വെട്ടി നുറുക്കിയ ആ ഷഹീദ് ഫൈസലിന് നീ ഷഹാദത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ അടുക്കൽ റിസ്ക്കും ഭക്ഷണവും ആസ്വദിക്കുന്ന എന്നെന്നും ജീവിക്കുന്ന ശുഹദാക്കളിൽ പെടുത്തണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബന റഹം ആബാഅനാ വ ഉമ്മഹാതിനാ കമാ റബ്ബൗനാ സിഗാറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലി അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആണുങ്ങൾ മാത്രം എഴുന്നേറ്റ് 3 സ്വലാത്ത്, പെണ്ണുങ്ങൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം وصلي على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين. എല്ലാവരും ദുആയിൽ സാധുവിനെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.